സൗപർണികയിലെ സ്നാനം അതിൻ്റെ പ്രാധാന്യം എന്താണ്? അതെ, സൗപർണിക എന്നാൽ ചതുഷ്ഷഷ്ടി ദിവ്യൌഷധ ദിവ്യതീർത്ഥ സിദ്ധഗന്ധർവാദി വൃന്ദാരക വൃന്ദ സമാശ്രിതാനിട്ട്. പണ്ടേ സുപർണൻ എന്ന് പറയുന്ന ഗരുഡനോ അമ്മയെ കൊണ്ട് തപസ് ചെയ്തത് കൊണ്ട് സൗപർണിക എന്ന് പേരായി. തീർത്ഥസ്നാനം ചെയ്യുന്നത് ഭവരോഗങ്ങൾ, ഉള്ളിലുള്ള ദോഷങ്ങൾ നിവൃത്തിക്ക് പരിമാർജനയ്ക്ക് വേണ്ടി. പുറത്തുള്ള കൽമഷങ്ങൾ നമുക്ക് വെള്ളത്തിൽ വിടാനല്ല. ഷാംപൂ പാക്കറ്റ്സ്, വസ്ത്രങ്ങൾ അവിടെ വിടുന്നത്, ഇതെല്ലാം മഹാദോഷങ്ങളാണ്. ഇത് ജനങ്ങൾക്ക് അറിയില്ല. അമ്മയെ വന്ന് ദർശനം ചെയ്ത് പിന്നെ ദീപാരാധനയെ പിന്നെ അമ്മയ പ്രസാദ നിവേദ്യം സ്വീകരിച്ചാൽ ദേവി പൂർണ്ണ അനുഗ്രഹം കിട്ടുമെന്നത് ഐതിഹ്യം, ഇവിടുത്തെ ഐതിഹ്യം. അതെ, കുടച്ചാദ്രി എന്നാൽ അമ്മയെ പ്രദേശാന്നിട്ട് അർത്ഥം. പിന്നെ പ്രധാനമായിട്ട് ആദിശങ്കർ അവിടെ പോയിട്ട് തപസ് ചെയ്ത് അവർ മാനസ സങ്കല്പത്തിൽ ആദിശങ്കർ സർവജ്ഞരായത് ശങ്കരാചാര്യർ അവിടെ കുടച്ചാദ്രിയിൽ എന്നിട്ടുള്ള ഒരു വാക്കുണ്ട്. അതിനെ അത് സർവജ്ഞ പീഠാന്നിട്ട് പറയുന്നവർ അവിടെ പീഠ ഉള്ളത് മുകളിൽ ടോപ്പിൽ. ഞങ്ങൾ പല ഇന്റർവ്യൂകൾ എടുക്കുമ്പോഴും മൂകാംബികയിൽ വന്നിട്ടുള്ള കഥകൾ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മൂകാംബികയിൽ വന്ന് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ദേവിയാണെന്ന് കരുതുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അങ്ങ് വർഷങ്ങളായി ദേവിയെ ഉപാസിക്കുന്നു, കുടുംബ പാരമ്പര്യമായ ദേവിയെ ഉപാസിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും അത്ഭുതം നേരിട്ട് കണ്ടിട്ടുണ്ട്? അത് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നമുക്കായിട്ടുണ്ട്. നമ്മളടുത്ത് വന്ന ഒരുപാട് 40-45 വയസ്സായ കല്യാണം ആവാത്ത വ്യക്തികൾക്ക് ഇവിടെ വന്ന് അമ്മയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു മാംഗല്യ സമർപ്പണം ചെയ്യുന്ന ഒരു സങ്കല്പം ചെയ്ത് ഒരു ദമ്പതി പൂജ പ്രാർത്ഥിച്ചിട്ട് പൂജ ചെയ്ത് പോകുന്നവർക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണമായിട്ട് അവർ വിളിച്ച് പറഞ്ഞ ഒരു വിശേഷങ്ങളുണ്ട്. പിന്നെ ജോലി പ്രശ്നങ്ങൾ ഒരുപാടായിട്ടുള്ള വ്യക്തികൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് ഒരു സങ്കല്പം ചെയ്ത് രംഗപൂജ പ്രാർത്ഥന ചെയ്ത് ജോലി ശേഷം വന്ന് രംഗപൂജ ചെയ്യുന്ന പ്രാർത്ഥന ചെയ്ത് പിന്നെ കനകധാര സ്തുതി ചെയ്യണമെന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് അവർ ഡെയിലി അത് പറഞ്ഞിട്ട് പിന്നെ ജോലി പ്രാപ്തിയായിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞ വിശേഷതകളുണ്ട്. പിന്നെ വാചാവികാര ദോഷാന്നിട്ട് പ്രധാനമായിട്ട് മക്കൾക്ക് സംസാരിക്കാനുള്ള ബാധകളുള്ള ദോഷങ്ങൾ ഇവിടെ വന്നിട്ട് സങ്കല്പം ചെയ്ത് പൂജ ചെയ്ത് ചണ്ഡികാ പാരായണത്തിൽ ഒരു വാചാവികാര ദോഷത്തിന് ഒരു സമ്പുട്ടി പാരായണാനിട്ടുണ്ട്. അത് ചെയ്ത് 48 ദിവസം ത്രിമധുരം സേവിച്ചിട്ട് പിന്നെ വാഗ്ദേവിയായിട്ടുള്ള ദേവി മൂകാംബിക എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥിച്ച് എടുത്ത പ്രസാദത്തിൽ ഗുണ ഉണ്ടായിട്ട് അവർ നന്നായിട്ട് സംസാരം പിന്നെ പഠനം ചെയ്ത് അവർ പറഞ്ഞ വിശേഷ അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനത്തെ കുറേ വിശേഷതകൾ ഇവിടെ നമുക്ക് 100 കണക്ക് വൈശിഷ്ട്യങ്ങളും ഉണ്ട് ഇവിടെ, അത് കിട്ടിയിട്ടുണ്ട്. ഈ കലാകാരന്മാരൊക്കെ എപ്പോഴും ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മൂകാംബിക. എന്തുകൊണ്ടാണ് കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ഭയങ്കരമായി വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ ആ ഒരു മേഖല കലാമേഖലയിൽ വലിയ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത്? അതെ, ഇവിടെ കാളി, ലക്ഷ്മി, സരസ്വതി 3 ഭാവവും ആയതുകൊണ്ട് ചില വ്യക്തികൾ ബാധകൾ നിവാരണയ്ക്ക് കാളിയായിട്ട് ഉപാസന ചെയ്യും. ലക്ഷ്മിയായിട്ട് ദാരിദ്ര്യ നിവാരണയ്ക്ക് ചില വ്യക്തികൾ സങ്കല്പം എടുക്കും. പ്രധാനമായിട്ട് ജ്യോതിഷ്യമാർ പിന്നെ കലാകാരർ അവരെല്ലാം വന്ന് ഇവിടെ സരസ്വതിയായിട്ട്, എന്നാൽ വാഗ്ദേവി ആ മൂക്കാസുരനിക്ക് മൂക്കനാക്കിയിട്ട് പിന്നെ വാക്ക് കൊടുത്ത ദേവിയാണ്. സംഹാരം ചെയ്യുമ്പോൾ തിരിച്ച് വാക്ക് കൊടുത്തു. അങ്ങനെ വാഗ്ദേവി മൂകാംബിക എന്നിട്ട് പ്രസിദ്ധിയാണ്. ആ വിശിഷ്ടമായിട്ടുള്ള ഒരു ദൃഷ്ടി, ശാംഭവി ദൃഷ്ടി എന്നിട്ടുള്ള ദേവിയ സ്വരൂപം അന്തർലക്ഷം ബഹിർദൃഷ്ടി നിമേഷോന്മേഷവർജിത ഏഷാ സാ ശാംഭവി പ്രോക്ത സർവശാസ്ത്രേഷു ഗോപിതാനിട്ട. അമ്മയ ദൃഷ്ടി അന്തർലക്ഷ്യമാണ്. ഒരു നേത്രം സഹസ്രാരത്തിൻ്റെ മുകളിലുള്ള ദൃഷ്ടിയാണ് അമ്മയത്. അത് അന്തർലക്ഷ ധ്യാനസ്വരൂപിണിയാണ്. ഒരു ദൃഷ്ടി ഭക്തര മുകളിലുള്ള ദൃഷ്ടിയാണ്. ഒരു ദൃഷ്ടി വാമനേത്രേനിട്ട് ഒരു നേത്ര അന്തർലക്ഷം, ഒരു ദൃഷ്ടി ബഹിർദൃഷ്ടിയാണ് ഭക്തര മുകളിലുള്ളത്. അങ്ങനെ ഒരു ഹസ്തം വരം, ഒരു ഹസ്തം അഭയം അമ്മയത്.
ഭക്തർക്ക് വരം, പിന്നെ അഭയം, അങ്ങനെയുള്ള ഒരു ശാംഭവി ദൃഷ്ടി എന്നിട്ടുള്ള ഒരു ദിവ്യദൃഷ്ടിയാണ്. ആ ദൃഷ്ടി അനുഗ്രഹം എടുക്കാൻ ഒരുപാട് കലാവിദർ ഇവിടെ വന്ന് മനസാർത്ഥമായിട്ട് ഇവിടെ സമർപ്പണഭാവത്തിൽ ഇവിടെ എറിഞ്ഞിട്ട് ഭജനയെ ഉപാസനയെ ചെയ്ത് രാവിലുള്ള ത്രിമധുരം എന്ന അമ്മയ്ക്ക് നൈവേദ്യം ചെയ്ത പ്രസാദം എടുത്ത് രാത്രിയുള്ള കഷായ തീർത്ഥം സ്വീകരിച്ചിട്ട് അമ്മയെ പ്രസാദ ഭക്ഷണം ഒരു നേരം 2 നേരം ഭക്ഷണം ചെയ്ത് ഒരു 48 ദിവസം ഇവിടെ എറിഞ്ഞിട്ട് ഭജന എറിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഒരു സങ്കല്പത്തിൽ 9 ദിവസമോ 10 ദിവസമോ അങ്ങനെ ഭജന എറിഞ്ഞിട്ട് ഇഷ്ടാർത്ഥങ്ങൾ എടുത്ത ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇളയരാജുണ്ട്, പണ്ടേ കുറേ ഭക്തന്മാരുണ്ട്, പിന്നെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. മൂകാംബികയിൽ തൊഴുന്നതിന് മുമ്പ് സൗപർണികയിൽ കുളിക്കണമെന്നാണ് പറയുന്നത്. സൗപർണികയിലെ സ്നാനം, അതിൻ്റെ പ്രാധാന്യം എന്താണ്? അതെ, സൗപർണിക എന്നാൽ ചതുഷ്ഷഷ്ടി ദിവ്യൌഷധ ദിവ്യതീർത്ഥ സിദ്ധഗന്ധർവാദി വൃന്ദാരക വൃന്ദ സമാശ്രിതാനിട്ട്. ഇവിടെ സിദ്ധഗന്ധർവർ ഇപ്പോഴും ഉണ്ട്. എല്ലാ സിദ്ധഗന്ധർവർ ഏതോ ഒരു രൂപത്തിൽ വാസിക്കാനുണ്ട് ഈ പ്രദേശത്തിൽ. 64 ദിവ്യ ഔഷധീയ മരഞ്ഞിൻ്റെ അംശ കുടച്ചാതിരിയിൽ കൂട്ടി ഉഗമമായിട്ട് ഇവിടെ വരുന്ന നദി സൗപർണിക നദിയാണ്. പണ്ടേ സുപർണൻ എന്ന് പറയുന്ന ഗരുഡന് അമ്മയെ കൊണ്ട് തപസ് ചെയ്തത് കൊണ്ട് സൗപർണിക എന്ന് പേരായി ആ നദി പേര്. അത് പുണ്യനദിയാണ്, ഇത് പുണ്യതീർത്ഥാണ്, വരി നദിയല്ല ഇത്. നമ്മൾ ഏത് ക്ഷേത്രത്തിലും പോകുമ്പോൾ നമ്മൾ ആദ്യം ഫ്രഷ് ആവണം. നമ്മൾ റൂമിൽ ഇല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തിൽ താമസിച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ ഫസ്റ്റ് കുളിക്കണം. കുളിഞ്ഞിട്ട് തീർത്ഥസ്നാനം ചെയ്യണം. തീർത്ഥസ്നാനം എന്ന് പറയുന്നത് അത് സ്നാനമല്ല, നമ്മൾ ബാത്റൂമിൽ ചെയ്ത സ്നാനത്തിൻ്റെ പോലെ അവിടെ സോപ്പിട്ട് ചെയ്യുന്നതല്ല. നദിയിൽ സോപ്പ് അങ്ങനത്തെ വിഷയങ്ങൾ കെമിക്കൽസ് ഇടാൻ പാടില്ല, അത് നമുക്ക് ദോഷം. അങ്ങനെ ചെയ്തു വന്നാൽ ദോഷം എടുത്തിട്ടേ പോകുന്നത്. എല്ലാ പ്രധാനമായിട്ട് അറിയുന്നത് നമ്മൾ ആദ്യം നമ്മൾ ശരീരത്തിലുള്ള കഷ്മങ്ങൾ കുളിയണം. നമ്മൾ കുളിച്ചിട്ട് പിന്നെ തീർത്ഥസ്നാനം ചെയ്യണം. സൗപർണികയിൽ പോയിട്ട് നമ്മൾ കുളിക്കണം. കുളിക്കുന്ന വിധിയുണ്ട്. ഗംഗാദി സപ്തനദീ തീർത്ഥങ്ങളെ സ്മരണ ചെയ്ത് നമ്മൾ 3 പ്രാവശ്യം മുളിങ്ങിട്ട് പിന്നെ നമ്മൾ വസ്ത്രത്തിൽ ശുദ്ധിയായിട്ട് വസ്ത്രധാരണ ചെയ്ത് അമ്പലത്തേക്ക് വരണം. ഇതാണ് തീർത്ഥസ്നാനം എന്ന് പറയുന്നത്. തീർത്ഥസ്നാനം ചെയ്യുന്നത് ഭവരോഗങ്ങൾ, ഉള്ളിലുള്ള ദോഷങ്ങൾ നിവൃത്തിക്കുക, പരിമാർജനയ്ക്ക് വേണ്ടി. പുറത്തുള്ള കൽമഷങ്ങൾ നമുക്ക് വെള്ളത്തിൽ വിടാനല്ല, അത് മഹാപാപ്പാണ്. സോപ്പിൻ്റെ പ്ലാസ്റ്റിക്, ഷാംപൂ പാക്കറ്റ്സ്, വസ്ത്രങ്ങൾ അവിടെ വിടുന്നത്, ഇതെല്ലാം മഹാദോഷങ്ങളാണ്. ഇത് ജനങ്ങൾക്ക് അറിയില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ നവരന്ധ്രങ്ങളുണ്ട് ശരീരത്തിൽ. ആ നവരന്ധ്രങ്ങൾ എപ്പോഴും കൽമഷ വിസർജന ചെയ്യുന്ന ഒരു മനുഷ്യ ശരീരം നമ്മളത്. അങ്ങനത്തെ ഉള്ള നമ്മൾ എത്ര ശുദ്ധിയിൽ നമ്മൾ ആ നദിയിൽ കാല് വെക്കണോ അത്ര ശരീരശുദ്ധിയിൽ നമ്മൾ ആ നദിയിൽ നമ്മൾ പോയിട്ട് കുളിക്കണം. കുളിച്ചിട്ട് പിന്നെ അമ്മയെ ദർശനം ചെയ്ത് പ്രസാദം എടുക്കണമെന്നിട്ട്. ഇത് മൂകാംബികയിൽ തന്നെയല്ല, ഏത് ക്ഷേത്രത്തിലും അങ്ങനെയാണ്. ഈ സൗപർണികയിൽ കുളിഞ്ഞിട്ട് അമ്മയെ വന്ന് ദർശനം ചെയ്ത് പിന്നെ ദീപാരാധന പിന്നെ അമ്മയെ പ്രസാദ നിവേദ്യം സ്വീകരിച്ചാൽ ദേവി പൂർണ്ണ അനുഗ്രഹം കിട്ടുമെന്നത് ഐതിഹ്യം, ഇവിടുത്തെ ഐതിഹ്യം. ഓക്കെ, സൗപർണിക സ്നാനം മൂകാംബികയിൽ തൊഴാൻ വരുന്നവർ ഈ പറയുന്ന കുടജാദ്രി സന്ദർശിക്കണമെന്ന നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ നിർബന്ധമായിട്ടല്ല. അതെ, കുടച്ചാദ്രി എന്നാൽ അമ്മയെ ഒരു പ്രദേശമായിട്ട് അർത്ഥം. അവിടെ ഒരു അംബാവന എന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ആദിശങ്കർ അവിടെ പോയിട്ട് തപസ് ചെയ്ത് അവർ മാനസ സങ്കല്പത്തിൽ ആദിശങ്കർ സർവജ്ഞരായത് ശങ്കരാചാര്യർ അവിടെ കുടച്ചാദ്രിയിൽ എന്നിട്ടുള്ള ഒരു വാക്കുണ്ട്. അതിനെ അത് സർവജ്ഞപീഠ എന്നിട്ട് പറയുന്നവർ അവിടെ പീഠ ഉള്ളത് മുകളിൽ ടോപ്പിൽ. അവിടെ പിന്നെ താഴേക്ക് ദേവിയ മൂല ഒരു ഇത് ഗണപതി പിന്നെ ഈശ്വരന ക്ഷേത്രമുണ്ട്. പർവ്വതേശ്വരി എന്നിട്ട് അമ്മയുണ്ട്. ആ ദർശനം ചെയ്ത് മുകളിൽ ഗണപതി പിന്നെ സർവജ്ഞപീഠ
അത് കണ്ട് ആ പുണ്യസ്ഥലമല്ല, അത് ആദിശങ്കർ തപസ് ചെയ്ത പുണ്യസ്ഥലമായത് കൊണ്ട് അമ്മയെ ദർശനം ചെയ്ത് ആൾക്കാർ അവിടെ പോയിട്ട് ദർശനം ചെയ്ത് വരും. ശങ്കരാചാര്യര് തപസ് ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്തത് കുടജാദ്രിയായിരുന്നു. ഈ കുടജാദ്രി മലകളുടെ ഒരു പ്രത്യേകത എന്താണ്? കുടച്ചാദ്രി എന്നാൽ ഈ കൊല്ലൂರು പിന്നെ കുടച്ചാദ്രി പ്രത്യേകമല്ല, കൊല്ലൂರು കുടച്ചാദ്രി ഒന്നെയാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് വേറെ ആയിട്ടുണ്ട്, താലൂക്ക് വേറെ ആയിട്ടുണ്ട്, എല്ലാം വേറെ ആയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ടേ കേരള എന്നിട്ടുള്ള ഒരു എല്ലാവർക്കും അറിഞ്ഞ വിഷയം. കാശ്മീരിനെ തുടങ്ങി കന്യാകുമാരിനെ തുടങ്ങി ഗോകർണ വരെ ഇത് കേരള ആയിരുന്നു എന്നിട്ട് ഉണ്ട്. ഇപ്പോൾ കർണാടക ആയിട്ടുണ്ട്, അതെല്ലാം പ്രത്യേക. അതേപോലെ ഇപ്പോൾ കൊടച്ചാദ്രി സാണുപ്രദേശമാണിത്, മൂല സ്വയംഭൂ ഉള്ളത് ഇവിടെ. പക്ഷെ കുടച്ചാദ്രി അമ്മയ അവിടെ ഒരു വനമുണ്ട്, അംബാവന എന്നിട്ടുള്ള വനമുണ്ട് എന്നിട്ട് അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ കൊടച്ചാദ്രി പിന്നെ മൂകാംബിക ക്ഷേത്ര കൊല്ലൂർ പ്രത്യേകമല്ല. ആദിശങ്കർ തപസ്സിന് വേണ്ടി ഭൂമാർഗത്തിൽ അവിടെ പോയിട്ട് തപസ് ചെയ്തു. തപസ് ചെയ്തത് എന്തിനെന്നാൽ അവർ ഹിമാലയത്തിൻ്റെ പോലെ ഒരു തപസ്സിന് ഉള്ള എല്ലാ വാതാവരണങ്ങൾ അവകാശങ്ങൾ അവിടെ ഉണ്ടെന്നിട്ട് പ്രശാന്തമായിട്ടുള്ള പ്രദേശമാണ് എന്നിട്ട് അവിടെ പോയിട്ട് അവർ തപസ് ചെയ്തത്. ഇവിടെ സ്വയംഭൂ അറിയുന്ന മുന്നേ അവർ അവിടെ എറിഞ്ഞിട്ട് തപസ് ചെയ്തതാണ്. പിന്നെ അവർക്ക് ഇവിടെ ഉള്ളത് ഗോചരമായത്, അവർക്ക് സ്വയംഭൂ ഇവിടെ ഉണ്ടെന്നിട്ട്. ആ കുടച്ചാദ്രി എന്നാൽ പണ്ടേ രാമായണ കാലത്തിൽ ലക്ഷ്മണനിക്ക് വേണ്ടി ഹനുമാൻ സഞ്ജീവനി പർവ്വതം എടുത്ത് പോകുമ്പോൾ ഇവിടെ വീണ്ട ഒരു ചെറിയ ഭൂഭാഗം, ഒരു പർവ്വത പ്രദേശമാണിട്ട് ഐതിഹ്യം. ഇത് കുടച്ചാദ്രി മല എന്നാൽ ആ സഞ്ജീവനി പർവ്വതത്തിൻ്റെ ഒരു അംശമാണ്. കുടജ എന്നിട്ടുള്ള മൃതസഞ്ജീവിനി പ്രധാനമായിട്ട് അവിടെ ഉണ്ട്. കുടജ എന്ന് പറയുന്ന ഒരു സഞ്ജീവിനിയാണ്, മൃതസഞ്ജീവിനി. അത് ആ പ്രദേശത്തിലുള്ള ആൾക്കാർക്കെല്ലാം അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഏതെന്നിട്ട് ബോധമായിട്ടില്ല, അങ്ങനെ ആ മറിഞ്ഞ് അവിടെ ഉണ്ട്. അതിനെ അത് കുടജ പർവ്വതാനിട്ട്, കുടജാദ്രി എന്നിട്ട് ആ പ്രദേശത്തിൻ്റെ പേര്. അത് കുടച്ചാദ്രി മല. അവിടെ മൂകാംബിക്ക് അമാവാസ്യ പൗർണമിക്കല്ല പണ്ടേ ഗണങ്ങളെ കൂട്ടി ഉത്സവത്തിൽ പോവൂ. അങ്ങനെ നമ്മൾ പൂർവികരെല്ലാം കണ്ട നിദർശനങ്ങളുണ്ട്. അത് കുടജാദ്രി വേറെയല്ല, കൊല്ലൂർ വേറെയല്ല, അത് തന്നെയാണ്. ഭൂമാർഗത്തിൽ പോകുമ്പോൾ ഇപ്പോൾ 10-50 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ കാണാൻ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ ഇവിടെ തന്നെ കൊടച്ചാദ്രി കാണാൻ. കൊടച്ചാദ്രിനെയും മൂകാംബിക ക്ഷേത്ര കാണും. സർവജ്ഞപീഠത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂകാംബിക ക്ഷേത്ര കാണും. ഇതാണ് കുടച്ചാദ്രി വൈശിഷ്ട്യം. അല്ല, അതേ പറഞ്ഞത് 64 ചതുഷ്ഷഷ്ടി ദിവ്യൌഷധ എന്നിട്ടുള്ള 64 ഒന്നല്ല 64 ദിവ്യ ഔഷധീയ മരുന്നുകളുണ്ട്. അതിൽ കുടജ എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള മൃതസഞ്ജീവിനി ഉള്ളത് കൊണ്ട് കുടജ പർവ്വതാനിട്ട് പേര് വന്നത്.